തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇത്തവണ താമര വിരിയുമെന്നൊക്കെയുള്ള സൂചനകളും മറ്റുമൊക്കെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നമുക്കറിയാം ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും ത്രികോണ മത്സരം നടത്തിയിട്ടുള്ള തിരുവനന്തപുരത്ത് നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ആദ്യം എനിക്ക് തോന്നുന്നു അറിയാൻ പോകുന്നത്. ആരൊക്കെയാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത് എന്നുള്ളതിന്റെ ഗ്രാഫിക്സ് ഒക്കെ വരും. അതിനുമുമ്പ് റാഷിദിലേക്ക്. റാഷിദ്, തിരുവനന്തപുരത്ത് ആർക്ക് റാഷിദ് മാർക്ക് കൊടുക്കുന്നു? ശ്രീ അഭിലാഷ്, തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും എക്സിറ്റ് പോൾ വന്നപ്പോൾ BJPക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ട്. അത് BJPയുടെ ആശ്വാസം നമ്മൾ തുടക്കത്തിൽ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തിരുവനന്തപുരത്ത് BJPൻ്റെ എഡ്ജ് പറയാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. അത് നഗര കേന്ദ്രീകൃത മേഖലയിൽ വലിയ രീതിയിൽ വോട്ട് ഉയരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ UDFൻ്റെ 3 കേന്ദ്രങ്ങളിലെ പാറശാല, കോവളം പോലുള്ള മേഖലകളിലാണ് വോട്ട് കൂടിയത്, പോളിംഗ്. അപ്പോൾ ആ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ എക്സിറ്റ് പോൾ വന്നത്. അപ്പോൾ കൃത്യമായ ഒരു പ്രവചനത്തിലേക്ക് തിരുവനന്തപുരത്ത് ഞാൻ കടക്കുന്നില്ല. ശശി തരൂരിനും രണ്ടുപേർക്കും BJPക്കും ഒരേ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. റാഷിദിന്റെ സൂചന, അതായത് റാഷിദിനെ പ്രേക്ഷകർക്കെല്ലാം അറിയാം, എങ്കിലും റാഷിദ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി എന്ത് കാര്യങ്ങളാണ്, എന്ത് ഡേറ്റയാണ് അടിസ്ഥാനമാക്കിയത്, എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റാഷിദ് ഒരു മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനത്തിലെത്തുക? വളരെ ചുരുക്കി. അതെ, അത് പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ആ ഒരു ഓവറോൾ എൻ്റെ പ്രധാനപ്പെട്ട ഡാറ്റ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളാണ്, മാധ്യമ സുഹൃത്തുക്കൾ ചെയ്യുന്ന വാർത്തകൾ, അതേപോലെ എനിക്ക് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ എത്തിപ്പെടാൻ കഴിയും ആ തരത്തിലുള്ള ഡാറ്റകൾ ഞാൻ ശേഖരിക്കും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യം മൊത്തം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഞാൻ കൃത്യമായി ഫോക്കസ് ചെയ്തത് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം വടകരയായിരുന്നു. അതിന് തുടക്കം മുതൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു ദൂരദേശത്തുള്ള ഒരു അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ഞാൻ ആ ഏരിയയിലുള്ള മാധ്യമ പ്രവർത്തകരെ, രാഷ്ട്രീയ നേതാക്കളെ, അത്തരത്തിലുള്ള എല്ലാ ആളുകളെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യും. അങ്ങനെയുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് വടകരയിലും ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ ഓവറോൾ ഞാൻ അതിനെ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് 3 ഘട്ടം. അപ്പോൾ 3 ഘട്ടത്തിൽ ഞാൻ എൻ്റെതായ പ്രവചനം ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് വടകര എൻ്റെ മണ്ഡലമാണ്, അതേപോലെ എൻ്റെ കേരളം എന്നുള്ള നിലക്ക് മൊത്തത്തിൽ എത്ര സ്ഥാനാർത്ഥികൾക്ക് ഏതൊക്കെ UDFന് LDFന് വിജയ സാധ്യത, അതേപോലെ ദേശീയ തലത്തിലുള്ളതും കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്, എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തിന്റെ കാര്യമാണ് സംസാരിച്ചു വന്നത്. തിരുവനന്തപുരത്ത് കേരളത്തിൽ താമര വിരിയുമെന്ന് ആക്സിസ് മൈ ഇന്ത്യയെ പോലെ വളരെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായി പ്രവചനം നടത്തുന്ന ഒരു ഏജൻസി പറയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലുള്ള അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ശശി തരൂർ, പന്ന്യൻ രവീന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, ഇവരിൽ ആരാകും ജയിക്കുക? ഇതിൽ ശശി തരൂർ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എനിക്കും തോന്നുന്നത് ശശി തരൂർ തന്നെ വിജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ 2 പ്രാവശ്യം അദ്ദേഹം ഏതാണ്ട് 1 ലക്ഷത്തിന് തൊട്ടടുത്ത മാർജിനിൽ ജയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വളരെ തിന്നായിട്ടുള്ള മാർജിനായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാകില്ല എങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ശശി തരൂർ ജയിക്കുമെന്നാണ് എനിക്ക്. ശരി, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ BJP ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നേമത്ത് 20,000 കഴക്കൂട്ടത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും 5,000 വീതമേ ഉള്ളൂ. തിരുവനന്തപുരം നഗരമണ്ഡലം നഷ്ടമാകുമെന്ന് അവർ വിചാരിക്കുന്നു. ഒപ്പം 3 തീരദേശ മണ്ഡലങ്ങളും. അങ്ങനെയാണെങ്കിൽ ഈ 3 നഗരമണ്ഡലങ്ങളിലെ വോട്ട് കൊണ്ട് ശശി തരൂരിനെ മറികടക്കാൻ കഴിയില്ലല്ലോ രാജീവ് ചന്ദ്രശേഖറിന്. തരൂരിന്റെ ഫ്രഷ്നെസ് പോയി എന്നുള്ള വിധത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷ വയ്ക്കുന്നത്. തരൂരിനെ പോലെ തന്നെ ഹെവി വെയിറ്റ് ആയിട്ടൊരു സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു. പുതിയ പ്രചാരണ തന്ത്രങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ അപ്പോഴും യുവാക്കൾക്കിടയിൽ ഹരമായി നിൽക്കുന്ന, യൂത്തിനുള്ളിൽ ഒരു ബ്രാൻഡായി നിൽക്കുന്ന തരൂരിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ തവണ നോക്കൂ, ശശി തരൂർ കുമ്മനം രാജശേഖരനെയാണ് പരാജയപ്പെടുത്തിയത്. ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ O രാജഗോപാലിന് കഴിഞ്ഞില്ല, കുമ്മനം രാജശേഖരന് കഴിഞ്ഞില്ല, രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമോ എന്നുള്ളതാണ്. നമ്മൾ തിരുവനന്തപുരം വിടുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം കൂടി. ഇത്തവണയും LDF കഴിഞ്ഞ തവണത്തേതുപോലെ, കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണത്തേതുപോലെ 2 തവണയും സംഭവിച്ചതുപോലെ 3ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയാണ് കൂടുതൽ ഉള്ളത്. അത് CPI C ദിവാകരനെ മാറ്റി ഇത്തവണ പന്ന്യൻ രവീന്ദ്രനെ, ഇതിനു മുൻപ് ഇവിടെ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പന്ന്യൻ രവീന്ദ്രനെ കൊണ്ടുവന്നു എങ്കിലും ഇപ്പോൾ BJP ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും BJP 2ാം സ്ഥാനത്ത് വരികയും 3ാം സ്ഥാനത്തേക്ക് LDF പോകാനുള്ള സാധ്യതയാണുള്ളത്. ഒരു പക്ഷേ അട്ടിമറി നടന്നേക്കാം. അതായത് CPI 2ാം സ്ഥാനത്ത് വരുമോ ഇല്ല എന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷേ സാധ്യത 3ാം സ്ഥാനത്ത് പോകാനാണ്. പെട്ടെന്ന് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ഇടത് വോട്ടുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പലവട്ടം ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇത്തവണ ആർക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും, അതോ പന്ന്യൻ ഉറച്ചു നിൽക്കുമോ എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും തിരുവനന്തപുരത്തിന്റെ. നമുക്ക് ഗോപകുമാർ സാറിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം തിരുവനന്തപുരത്ത് നാറ്റിങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ G. ഗോപകുമാർ, തിരുവനന്തപുരത്ത് താമര വിരിയുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് BJPക്ക് ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലം തന്നെയാണെന്ന് ഇവിടെ നിങ്ങൾ സംസാരിച്ചതിൽ തന്നെ വ്യക്തമായതാണല്ലോ. കഴിഞ്ഞ 2014-ലും 2019-ലും വലിയ പ്രകടനം നടത്തിയ
പാർട്ടിയാണ് BJP. പക്ഷേ 2009 മുതൽ ഇവിടെ MP ആയിരിക്കുന്ന ശശി തരൂരിനുള്ള അഡ്വാൻറ്റേജസ് BJP കാൻഡിഡേറ്റിന് അത് മറികടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അവിടുത്തെ കോസ്റ്റൽ വോട്ട്സിൻ്റെ കൺസോളിഡേഷൻ, കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലെ കൺസോളിഡേഷൻ മറ്റ് 4 അർബൻ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിലെ ലീഡിന് മറികടക്കാൻ പറ്റുന്ന അത്ര എളുപ്പമല്ല. മാത്രമല്ല അവിടെ വിഴിഞ്ഞത്തെ ലാറ്റിൻ ബിഷപ്പ് തന്നെ വളരെ പരസ്യമായിട്ട് ശശി തരൂരിനും അതോടൊപ്പം ഇന്ത്യ കാൻഡിഡേറ്റിൻ്റെ വിജയത്തിനും BJP ഭരണത്തിൽ വരാതിരിക്കാൻ താൻ പ്രാർത്ഥിക്കുകയാണെന്ന് വരെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ നിലയ്ക്ക് കൺസോളിഡേഷൻ കാസ്റ്റ് വൈസും റിലിജ്യൻ വൈസും തരൂറിന് അനുകൂലമാണ്. രാഷ്ട്രീയ കാരണങ്ങൾ ബാക്കി വേറെയുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഘടകങ്ങളെയൊക്കെ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധ്യമല്ല. അതുകൊണ്ട് ശശി തരൂറിന് തിരുവനന്തപുരത്ത് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. യെസ്, അതായത് അഡ്വാൻറ്റേജ് ശശി തരൂർ എന്നാണ് നമുക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. വളരെ